ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് മായ ടാരോ. ഇന്ന് നമ്മൾക്ക് ടുഡേ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും ഈ റീഡിങ്ങിൽ ഉണ്ടാവുക. സോ നമുക്കിതിനകത്ത് 3 പൈൽസാണുള്ളത്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ആൻഡ് പൈൽ നമ്പർ 3. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ 3 പിക്ചേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പൈലിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നുന്നു എന്ന് തോന്നുന്ന ഏതൊരു പൈലും നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. വീഡിയോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഒരു 1 or 2 minutes എടുത്തിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡീപ്ലി കണക്റ്റഡ് ആവുന്ന ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഹോപ്പ്ഫുള്ളി നിങ്ങളൊരു പൈൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നുന്ന പൈലിനെ നിങ്ങൾ ചൂസ് ചെയ്തു. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫ്രം ദ ബിഗിനിങ് നമുക്ക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഐ എം സീയിങ് മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ്. യുവർ ഡ്രീം is soon to become reality. Trust your heart and continue to follow your guidance. ഓക്കെ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും സാധിക്കില്ല, അതൊരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് വിട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങളുടെ പല സ്വപ്നങ്ങളും അതൊരു റിയാലിറ്റി, അതൊരു സത്യം ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കൽ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക. അതിനെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുമെന്നുള്ള സ്ട്രോങ് ട്രസ്റ്റ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് എന്ത് പറയുന്നു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയുന്നു, അത് ഫോളോ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുക എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രീം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധിക്കാൻ പറ്റാത്തതൊന്നല്ല. നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ അതിനെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യണം. ഇതെനിക്ക് നടക്കും, നടത്തിയെടുക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫ്രം സ്പിരിറ്റ്, നിങ്ങളുടെ ചുറ്റിലുള്ള സ്പിരിറ്റ് നിങ്ങളുടെ അടുത്ത് എന്ത് മെസ്സേജസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഇതും സംതിങ് റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പം ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് മാറി പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ച് നിങ്ങളുടെ ലൈഫിൽ നിർത്താൻ നോക്കിയിട്ടും അത് നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും തരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ചില സിറ്റുവേഷൻ ആയിരിക്കാം, ചില ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളോ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഉള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ അകത്തുനിന്ന് നടന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവാം. പക്ഷേ അത് നിങ്ങളെ വീണ്ടും വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരെ നിങ്ങൾ മിസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ചില ആൾക്കാരെ നിങ്ങൾ മിസ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ നിങ്ങൾക്ക് സംടൈംസ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു വിലയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം. അത് നിങ്ങളത് സാക്രിഫൈസ് ചെയ്തിട്ട് നിൽക്കുന്ന പല ഏരിയാസും ഉണ്ടാവും, പല സ്ഥലങ്ങളും ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ കൊടുക്കണം, നിങ്ങൾക്ക് നിങ്ങൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കണം എന്നുള്ളത് കാണിക്കുന്ന ഒരു മെസ്സേജാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില ആൾക്കാരും ചില സിറ്റുവേഷൻസ് നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവാം, യൂസ് ചെയ്തിട്ടുണ്ടാവാം, പല രീതിയിലും നിങ്ങളുടെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടാവാം. പിന്നീടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്, ഇതൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന് ശേഷമായിരിക്കും.
സോ അതിൽ നിന്നും നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോകാൻ വേണ്ടി റെഡി ആവണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സെറ്റിൽഡ് ആയി പോവുകയാണ്. അതായത് എനിക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടാനുള്ള കഴിവ് എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സെറ്റിൽഡ് ആയി പോകുന്ന പോലെ തോന്നുന്നു എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പവറുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ടാരോ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഐ ആം സീയിങ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് എനർജി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ ഒരു പവറുണ്ട് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വേദനകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനുള്ളൊരു പോസിറ്റീവ് പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ചെടികളും മരങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് നിങ്ങൾ വളരെ കണക്റ്റഡ് ആണ്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഒരു നേച്ചർ ബീയിങ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ ചുറ്റിലുമുള്ള എൻവയോൺമെൻറ്റ് നിങ്ങളെ ഹീൽ ചെയ്യാൻ, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ അതുമായിട്ട് കുറച്ച് അലൈൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറേ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് കൊണ്ടുവരും എന്നുള്ളത് കാണുന്നു. മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലർക്കും മണി വരുന്നുണ്ടാവും, പക്ഷെ അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. പക്ഷെ സ്റ്റാർട്ട് വെരി സ്ലോ. അത് നിങ്ങൾ വളരെ കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ഒരു 10 rupees എങ്കിൽ 10 rupees അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു മെസ്സേജായിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ട് സേവിങ് മണി, ഇൻവെസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. ഓക്കെ, മണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാ കാര്യത്തിലും മണിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു മെച്യൂരിറ്റി വരുന്നുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാണ്. അടുത്തതായിട്ട് എനിക്ക് കാണുന്ന 3 of Cups എനർജി. പ്രൊമോഷൻസ്. നിങ്ങൾക്ക് ചില പ്രൊമോഷൻസ്, റിലേഷൻഷിപ്പ്, സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രൊമോഷൻസും അത് കാരണമുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. നല്ല ഫ്രണ്ട്ഷിപ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മീറ്റ് ചെയ്യാത്തവരെ മീറ്റ് ചെയ്ത് നല്ല ഫ്രണ്ട്ഷിപ്സ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ്, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, അനാവശ്യമായിട്ട് ആൾക്കാർ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു പെർഫെക്റ്റ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ അകത്തുള്ളൊരു മെസ്സേജ്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് 6 of Wands എനർജി. ഓക്കെ, നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്കിവിടെ കാണുന്നു. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് കുറച്ച് എന്തൊക്കെയോ കഴിവുകളുണ്ട്. സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ളവർ ഇതിനകത്ത് ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഹിഡൻ ടാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആ ടാലൻറ്റ് നിങ്ങൾ പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഈ ടാലൻറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം പലപ്പോഴായിട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ തോട്ടിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഹോബി ഫോളോ ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള മീൻ ടൈം ഇല്ലല്ലോ, അല്ലെങ്കിൽ അത് ഞാൻ പെർസ്യൂ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മിന്നായം പോലെ നിങ്ങളുടെ മനസ്സിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ഒരു കോളിംഗ് ആയിരിക്കാം. അതായത് ഇതെനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഇതിനകത്ത് എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു സോളിൻ്റെ ഒരു ആഗ്രഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതായിരിക്കാം എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ശരിക്കും നിങ്ങൾക്കൊരു പെർഫോമർ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ബാക്കിയുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. അടുത്തതായിട്ട് സെയിം മെസ്സേജ്. വാട്ട് പാഷൻ ആം ഐ റെഡി ടു പെർസ്യൂ.
നിങ്ങൾക്ക് എന്തോ ഒരു ആഗ്രഹം, എന്തോ ഒരു പാഷൻ ഉണ്ട്. ചിലവർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് പാട്ടായിരിക്കാം, ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതായിരിക്കാം, ചിലർക്ക് പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് കഥ എഴുതുന്നതായിരിക്കാം. അങ്ങനെ പല പാഷൻസും ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷേ ലൈഫ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്ന സമയത്ത് അതിനൊന്നും സമയം കണ്ടെത്താൻ പറ്റാതെ ആവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സമയം, മീ ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാണ്ടാവുക എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എവറി റിലേഷൻഷിപ്പ്, എല്ലാ റിലേഷൻഷിപ്സും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒരു ടൈം കഴിയുമ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ആവും, വേറെ നമ്മൾ ചിലപ്പം ഒരു ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് മേ ബി യു വിൽ ഫീൽ വൈ ഡിഡ് ഞാൻ എന്തുകൊണ്ട് അത് പെർസ്യൂ ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊരിക്കലും ഒരു ഇത് തോന്നരുത്, കുറ്റബോധം തോന്നരുത്, ഞാൻ അന്ന് ഇത് ചെയ്തില്ലല്ലോ, അന്ന് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഹെൽത്തും എൻ്റെ കണ്ടീഷനും ഞാൻ ലവ് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് എനിക്കത് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. മീ ടൈം എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഫിസിക്കൽ, മെൻ്റൽ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഹെൽത്തിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. സോ അതിൽ ഇത്തിരി സമയമെങ്കിൽ ഇത്തിരി സമയം, അത് 5 മിനിറ്റ് ആണ്, 5 മിനിറ്റ്, 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ്, 24 hours അത് നമുക്ക് മാറ്റി വെക്കാൻ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. ചില ആൾക്കാരുടെ കാര്യത്തിൽ അവരുടെ പാഷൻ എന്ന് പറയുന്നത് അവരുടെ പേർപ്പസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ചിലവർക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളുടെ കേരളയിൽ എസ്പെഷ്യലി, ഐ ഡോണ്ട് നോ, ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. നമുക്ക് ആർട്ടിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും അതൊന്നും ഒരിക്കലും ഒരു ജോബ് എന്നുള്ള രീതിയിൽ പെർസ്യൂ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഫോർ ദ ടൈം ബീങ് നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്റ്റഡീസിലേക്ക് വിടും. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ്, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തിട്ട് അവസാനം നമ്മുടെ കയ്യിലുള്ള ആർട്ടും നഷ്ടപ്പെടും. ആൻഡ് ദെൻ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് നമ്മളൊരു കരിയറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ആൻഡ് ദെൻ അതിനുശേഷം നമ്മൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ആ ആർട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളത്. പക്ഷേ അത് പിന്നീട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനും ആയിരിക്കാം. സോ അവിടെ നമുക്ക് ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പക്ഷെ ചില ആൾക്കാർ വളരെ പാഷനേറ്റ് ആയിട്ട് അത് തന്നെ പെർസ്യൂ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യും വെദർ യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഓർ നോട്ട് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഒരു ആർട്ടോ അല്ലെങ്കിൽ ഒരു പാഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയർ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പാഷൻ. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ 100% കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫോളോ ചെയ്ത് അതിനുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ നിങ്ങൾക്ക് ഒരിക്കലും ഏതൊരു ഏജ് ആണെങ്കിലും നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പാഷൻ. അതായത് നിങ്ങൾ 100% ഹാപ്പി ആയിരിക്കും അത് ചെയ്യുമ്പോൾ നിങ്ങൾ 100% കൊടുക്കും. ആൻഡ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തായാലും 100% റിട്ടേൺ കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. സോ അത് നിങ്ങളുടെ പേർപ്പസും കൂടിയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ. സോ അതിനെ നമ്മൾ ഒരു സൈഡ് ലൈൻ ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ അത് മാക്സിമം പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നു. സോ ആ ഒരു പാഷൻ എന്താണോ ആ ഒരു പാഷനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിനെ ഗീവ് അപ്പ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടാതെ ഇരിക്കുക എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നു. ഓക്കെ, നിങ്ങളെ ഒരു പരിധി വരെ ലൈവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പാഷനെ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇന്ന് നിങ്ങളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളത്. ചിലർക്ക് ട്രാവൽ ആയിരിക്കും, ചിലർക്ക് ബുക്ക് വായിക്കുന്നതായിരിക്കും, അങ്ങനെ പല 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 പാഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. സോ വാട്ട് ഇസ് ദാറ്റ് പാഷൻ? ആ ഒരു പാഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ സോളിന് ആ ഒരു പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള
ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതും കൂടിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, give thanks for the blessing of love soon to come on your way. Okay, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾക്ക് സ്നേഹം എവിടെ നിന്നൊക്കെയോ നിങ്ങളുടെ വേയിലേക്ക് വരാൻ പോകുന്നുണ്ട്. സോ അതിന് മുന്നേ അത് വരുന്നതിന് മുന്നേ നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആക്സെപ്റ്റൻസ്, സ്നേഹം, ഒരു അറ്റൻഷൻ, അതിനൊക്കെ ഞാൻ താങ്ക്ഫുള്ളാണ്, ഗ്രേറ്റ്ഫുള്ളാണ് എന്ന് നിങ്ങൾ മനസ്സിനോട് പറയുക, നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക. അത് ഒരുപാട് സ്പേസ് ക്രിയേറ്റ് ചെയ്യും, ഒരുപാട് സ്ഥലം ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹം, ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് സ്നേഹം. ഓരോരോ ആൾക്കാർക്കും ലവിൻ്റെ എക്സ്പെക്റ്റേഷൻസ് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരോ ആൾക്കാർക്ക് എന്താ പറയുക, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളായിരിക്കും വേണ്ടത്. ചിലവർക്ക് ആവശ്യത്തിന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെയായിരിക്കും വേണ്ടത്. ചിലവർക്ക് ഇമോഷണലി, ഫിസിക്കലി കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിനെ ആയിരിക്കും വേണ്ടത്. എല്ലാവരുടെയും ഡെഫിനിഷൻ ഓഫ് ലവ്, എല്ലാവരുടെയും ആഗ്രഹം, അതായത് ഇന്ന രീതിയിലുള്ള സ്നേഹം എനിക്ക് വേണം എന്ന് തോന്നുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പം നിങ്ങൾ ട്രൂലി ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു ബിലീഫ് നിങ്ങൾക്ക് വെക്കുക. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് കിട്ടാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ, നെവർ സെറ്റിൽ ഫോർ ലെസ്. ഓക്കെ, അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ എടുക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ സ്പിരിറ്റ്സ്, നിങ്ങളുടെ അറൗണ്ടിലുള്ള നിങ്ങളുടെ സ്പിരിറ്റ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ദിവസവും കുറച്ച് നേരം നിങ്ങൾ ഒരു മൊമെൻറ്റ് ഓഫ് സൈലൻസ്, കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് കുറേ ഡിഫിക്കൽട്ടായിട്ടുള്ള, നിങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല, ഇതിനെന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ഡയലേമ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യത്തിനൊക്കെ ആൻസേഴ്സ് ഈ സൈലൻസിലിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ആൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ ഒരു ജേർണി, ഒരു യാത്ര തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ റെഡിയായി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൊണ്ടുപോകുന്ന പല പല സിറ്റുവേഷൻസ് ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരങ്ങൾ അത് സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ആണ്. അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള സ്പിരിറ്റ്സ് നിങ്ങൾക്ക് തരുന്ന ഉത്തരങ്ങളാണ്. അവരും നിങ്ങളുടെ കൂടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് റെഡിയാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് എനിക്കിവിടെ കാണുന്നു. I'm seeing 9 of Pentacles energy. നിങ്ങൾ മണിയുടെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയാസോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിൽ പ്ലാനായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രാവർത്തികമാക്കുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. ബേസിക്കലി ബിസിനസ് ഐഡിയാസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്തിട്ട് വേറൊരു നാട്ടിൽ പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളൊരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. മേ ബി നിങ്ങളുടെ നാടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാൾ ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം. പക്ഷേ അത് നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അത് നിങ്ങളെ വളരാൻ വേണ്ടി അനുവദിക്കുന്നില്ല.
എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഒരു മാറ്റത്തിന് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരു ഒറ്റപ്പെട്ടാലും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാറ്റം എടുത്തേ പറ്റുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് കിങ് ഓഫ് വാൻസ് എനർജിയാണ്. എസ്പെഷ്യലി എനിക്ക് കരിയർ, ഫിനാൻസ് ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നു. ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു ചേഞ്ചോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഏരിയ ആ ഒരു ഭാഗത്ത് ഭയങ്കര ഫയർ എനർജി വരുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഫിസിക്കൽ അട്രാക്ഷൻസ് വളരെ കൂടുതലായിട്ടുള്ള റിലേഷൻഷിപ്സ് കിട്ടുന്ന ഒരു സമയമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അതിൻ്റെ കൂടെ എനിക്ക് കാണുന്ന മൂൺ കാർഡാണ്. കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നു. ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ തെറ്റായി പോവോ ഡിസിഷൻ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില പേടിയുണ്ട്, അതായത് ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു വേയിലായിരിക്കുമോ അല്ലെങ്കിൽ അത് കുളമായി പോവോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സംടൈംസ് നമ്മൾ ലൈഫിൽ റിസ്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആവും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു മൂൺ എനർജി വരുമ്പം കൺഫ്യൂഷൻസ് നോർമലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് മൂണുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂണുമായിട്ട് കണക്റ്റ് ആവാന്ന് വെച്ചാൽ മൂണിൻ്റെ ഫേസസുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് മേ ബി അഡിക്ഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളോട് അഡിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ മൂൺ ടു അതൊരു ഡാർക്ക് മൂൺ, അതായത് അമാവാസി ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിനെ അവോയ്ഡ്, എൻ്റെ ലൈഫിൽ നിന്നും അത് പോകണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ അമാവാസി ടു ഫുൾ മൂൺ ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട മേ ബി അബണ്ടൻസ് ആയിരിക്കാം, സ്നേഹമായിരിക്കാം, കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, അതിനെയൊക്കെ ആ ഒരു ഫേസിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഫുൾ മൂൺ ഡേ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ മൂൺ ഡേ നിങ്ങളുടെ ആഗ്രഹം മൊത്തം യൂണിവേഴ്സിൻ്റെ അടുത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് കുറച്ച് സമയമെങ്കിലും മൂൺ ലൈറ്റിലും മൂണിൻ്റെ എനർജിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കിട്ടുന്നത് നെയിം ഓൾ ദ തിങ്സ് യു ലവ്. Are you one of them? I give myself all the love and attention I need. Okay, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ലിസ്റ്റ് എഴുതുന്നതിൻ്റെ അകത്ത് നിങ്ങൾ എന്നുള്ളൊരു പേര് അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഇന്നേ വ്യക്തി, അന്നേ ആ ഒരു വ്യക്തി, ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ആ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോരോ ആൾക്കാരുടെയും ഡെഫിനിഷൻ വുഡ് ബി ഡിഫറെൻറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് മേ ബി കൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തി, എംപത്തി ഉള്ള വ്യക്തി, സിമ്പത്തി ഉള്ള വ്യക്തി, മേ ബി ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കുന്ന വ്യക്തി, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി, ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഒക്കെ ആയിരിക്കാം. സോ നിങ്ങളുടെ ഡെഫിനിഷൻ മേ ബി സംതിങ് ഡിഫറെൻറ്റ്. സോ ആ ഒരു വ്യക്തി, അതായത് മേ ബി പാർട്ട്ണർഷിപ്പിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ ഞാനാണോ എന്ന് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യണം. ഞാൻ ലൈക്ക് ഹോണസ്റ്റ് ആണോ, ലോയലാണോ, കൈൻഡ് ആണോ, എംപത്തി ഉണ്ടോ എനിക്ക്, സിമ്പത്തി ഉണ്ടോ എനിക്ക്, ഒന്നൊക്കെ ഞാനും നോക്കണം. അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ചേഞ്ചസ് എനിക്ക് തന്നെ വരുത്തണം എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. സോ അതിന് മേലെ വർക്ക് ചെയ്യുക. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്
ടു മൈ ചാനൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന മെസ്സേജസ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3ൻ്റെ ബേസ് മെസ്സേജ്: സീക്രട്ട് അഡ്മയറർ. Someone has deeper feelings for you than they are letting on. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മേലെ അറ്റൻഷനുള്ള കുറച്ച് ആൾക്കാരുണ്ടാവാം. അവർ നിങ്ങളെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ബിക്കോസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്ക് വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പല വ്യക്തികളും നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത എനിക്ക് കാണുന്നു. ഐ എം സീയിങ് ഡെത്ത്. ഓക്കെ, ഡെത്ത് മീൻസ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ വേറൊരു ആളായി മാറുന്ന ഒരു ഫേസിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പല സിറ്റുവേഷൻസിനെയും മനസ്സിലാക്കി, പല ആൾക്കാരുടെയും റിയൽ ഫേസസ് മനസ്സിലാക്കി, നിങ്ങൾ ഇനി ഇങ്ങനെ വേണ്ട, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. പല കാര്യങ്ങളും എൻഡ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും എൻഡ് ചെയ്തിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്സോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിലേക്കോ പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എൻഡ് ആയിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ കണ്ടിട്ടുള്ളൊരു വ്യക്തി അല്ലാതെ നിങ്ങളൊരു ഡിഫറെൻറ്റ് വ്യക്തിയായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഐ എം സീയിങ് കിങ് ഓഫ് കപ്സ് എനർജി. വളരെ ജെനുവിൻ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാണുന്നു. അതേപോലെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്നേഹം, ഒരുപാട് റിയൽ ആയിട്ടുള്ള സ്നേഹം. അതായത് ഫോർ നെയിം സേക്ക് കാണിക്കുന്നതല്ല, ഫേക്ക് ആയിട്ട് കാണിക്കുന്നതല്ല, ബട്ട് റിയൽ ആയിട്ട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ ഏത് പാർട്ടിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ഇനിയും ഞാൻ കുറച്ചുകൂടി ബെറ്റർ പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, അതിന് മേലെ നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് കാണുന്നു. നെക്സ്റ്റ് ഐ എം സീയിങ് ദ നൈറ്റ് ഓഫ് കപ്സ് എനർജി. ഓക്കെ, പല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേങ്കിൽ അത് ആ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്. അത് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുണ്ട്, പക്ഷേങ്കിൽ അത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു തടസ്സം നിങ്ങളുടെ കാര്യത്തിൽ വന്ന് നിൽക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ ഒരു ഡെത്ത് ഫേസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾക്ക് നിങ്ങൾ റെഡിയായി നിൽക്കണം. അതായത് നിങ്ങൾ ഓപ്പൺ ടു ചേഞ്ചസ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ റെഡിയായി നിൽക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെയുള്ളൊരു ജോബ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം കിട്ടിയാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. അങ്ങനെയുള്ള ഒരു വാശി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾക്ക്. നിങ്ങൾ ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് റെഡിയായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ, സ്നേഹം വരുള്ളൂ, ഫ്ലോ വരുള്ളൂ എന്നുള്ള മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും സ്റ്റക്കാവുന്നതിൻ്റെ റീസൺ നിങ്ങളുടെ ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പേടി അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ മാറ്റം വരുന്ന സമയത്ത് എന്നെക്കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. ആ ഒരു സാധനമാണ് നിങ്ങളെ ബാക്കിലോട്ടേക്ക് വലിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സ്പിരിറ്റ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ എം സീയിങ് മേക്ക് ടുഡേ യുവർ ന്യൂ ബിഗിനിങ്, ട്രൈ ടു ലീവ് എനി പാസ്റ്റ് മിസ്റ്റേക്സ്. ഓക്കെ, ഒരു പുതിയ ബിഗിനിങ്. ഇതിപ്പോൾ സെയിം മെസ്സേജസ് ആണ്. ഓക്കെ, ഇതൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ട മെസ്സേജ് എന്ന് ഉറപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പുതിയ ബിഗിനിങ്സ് വേണം, നിങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ വേണം എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതവിടെ വിടുക. ആ ഒരു മിസ്റ്റേക്സിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ,
സോ അങ്ങനെയുള്ള പാസ്റ്റിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകളോ പാസ്റ്റിലുള്ള കാര്യങ്ങളോ നിങ്ങളെ ഇനിയും ബാക്കിലോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ടൊരു പവർ കൊടുക്കാതിരിക്കാം. കോൺഫിഡൻസോടെ മുന്നോട്ടേക്ക് തന്നെ പോവുക. നിങ്ങൾക്ക് ബ്രൈറ്റർ ആൻഡ് ബെറ്റർ ഡേയ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. നെക്സ്റ്റ് ഐം സീയിങ് വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഐ ഡാൻസ് ഫ്രീലി. നിങ്ങളുടെ ബോഡിക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വൈബ്രേഷൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഡാൻസ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഹെഡ് ടു ടോ എല്ലാം ഒന്ന് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ മാറും. ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനും കൂടി ഈ ഡാൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ടാവാം, കൺട്രോൾ, ഫിയർ, ഗിൽറ്റ്, ഫ്രസ്ട്രേഷൻ, ഇംപേഷ്യൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവാം മനസ്സിൽ. ആ സാധനത്തിനൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ കൂടി ഈ ഒരു സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ആ ഒരു ഷിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി ചാർജ്ഡ് ആയിട്ട് തോന്നും. നിങ്ങൾ ഒരുപാട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇനി എനിക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാം. സെയിം ബേസിക്കലി ചില ആൾക്കാർ ജിമ്മിലൊക്കെ മോർണിംഗിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ദേ സേ ദാറ്റ് ഓക്കെ, മോർണിംഗിൽ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡേ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി കിട്ടുന്ന പോലെയാണ് തോന്നുക. റാദർ ദാൻ എൻ്റെ ഫുൾ എനർജി ജിമ്മിൽ ഞാൻ കളഞ്ഞു എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുന്നതിനെക്കാട്ടിലും ഒരു ഫുൾ ഡേ റൺ ചെയ്യാനുള്ള എനർജി എനിക്ക് വീണ്ടും കിട്ടിയ പോലെയാണ് എനിക്ക് ജിമ്മിൽ മോർണിംഗിൽ പോയാൽ തോന്നുക എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് മൂമെൻറ്റ് അത് നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ബോഡിക്ക് എത്രത്തോളം പറ്റും, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടം, ഡാൻസ് ആണോ, യോഗയാണോ, അല്ലെങ്കിൽ മേ ബി ജിമ്മാണോ, എക്സസൈസസ് ആണോ, എന്താണ് നിങ്ങളുടെ ബോഡിക്ക് ഇഷ്ടം, ആ ഒരു മൊമെൻറ്റ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളുടെ ബോഡി അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ ആ ഒരു മൊമെൻറ്റ് എനിക്ക് തരുമോ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് കൊണ്ടുവരും, ഒരുപാട് എനർജി കൊണ്ടുവരും, ഒരുപാട് ഹാപ്പിനെസ്, സന്തോഷം എല്ലാം നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി റൺ ചെയ്യാനുള്ള ഒരു പവറും കൂടി തരും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് ഒരു 3 മിനിറ്റ്സ് ആരും കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാതിലൊക്കെ അടച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഒരു പാട്ട് ഇട്ടിട്ട് ചുമ്മാ ഒന്ന് മൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡാൻസ് തീരെയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വ്യക്തിയാണെങ്കിൽ മേ ബി ഒരു യോഗ പോസ്ചർ എന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ എനർജി എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, സോ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ഞാൻ പലപ്പോഴും ബുക്ക് സജഷൻസ് തരാറുണ്ട്. ഇപ്പോൾ റീഡിങ്സിനാണെന്നുണ്ടെങ്കിലും സം പീപ്പിൾ ആസ്ക് മീ ഫോർ ബുക്ക് സജഷൻസ് എന്നോ. ഞാൻ കുറച്ച് ഇക്കതായി സംതിങ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു ബുക്കാണ് ഹോൾഡ് ഓൺ ടു യുവർ ഡ്രീംസ് ബൈ റസ്കിൻ ബോണ്ട്. ഇതൊരു വളരെ ചെറിയൊരു ബുക്കാണ്. ആൻഡ് 399 റുപ്പീസാണ് ഈ ഒരു ബുക്കിന് വരുന്നത്. വളരെ ചെറുതാണ് ഫോർ ദ പ്രൈസ്. പക്ഷേ നിങ്ങൾക്ക് ഇത് സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കിട്ടാൻ പറ്റും. ഇതൊരു നല്ല രസമുള്ളൊരു ബുക്കാണ്. ആൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ഓൺ ചെയ്യണം എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആൻഡ് എങ്ങനെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ അതിനെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ബുക്കാണ്. ആൻഡ് ദിസ് ഇസ് എ ബുക്ക്, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, ഈ ഒരു ബുക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എനിക്ക്. പകുതി വായിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ദിസ് ഇസ് ഓൾസോ എ ഗുഡ് ബുക്ക്. നിങ്ങൾക്ക് നമ്മൾക്ക് ചെറിയ മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ചെറുതായിട്ട് മാത്രം ചിന്തിക്കുക. അതായത് എന്നെ ഒരു ജോലി ചെയ്യുക, ആ ജോലിയിൽ നിന്നുള്ള ഇൻകം ഉണ്ടാക്കുക, ജീവിച്ചു പോവുക എന്നുള്ളത്. അതും പോരാ, അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കും ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെയാണ് ഈ ഒരു ബുക്ക്. സോ ദിസ് ബുക്ക് ഇസ് സംതിങ് അഗെയിൻ നിങ്ങൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വായിക്കാവുന്ന ബുക്കാണ്. മേ ബി 2 ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇടാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.
ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് താഴെ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. വളരെ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് റീഡിങ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ ഇറ്റ്സ് നോട്ട് ഗുഡ്, അത്ര ഒരു സുഖവും ഇല്ല. സോ എൻ്റെ ഓരോ ദിവസത്തെ എനർജി ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്നത്. ഞാൻ ഫുൾ ഓൺ എനർജി ആണെങ്കിൽ മാത്രമേ ഞാൻ പേഴ്സണൽ റീഡിങ്സ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ നൗ ഐ ആം ഓൺ ട്രാക്ക്. ഇപ്പോൾ ഞാൻ ബെറ്റർ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു വോണ്ട് റീഡിങ്സ് ഫ്രം മീ ക്യാൻ മെസ്സേജ് ഫോർ മീ മെസ്സേജ് ദിസ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് അടുത്ത മാസം ഓർ ഈ മാസം എൻഡിൽ നമുക്ക് നക്ഷത്ര റീഡിംഗ് ഫോർ 2026 ചെയ്ത് തുടങ്ങാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.